നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു. ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ. വാർത്തകളിലേക്ക് വിശദമായി. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. വളരെ നേരത്തെ തന്നെ മസ്ജിദുകളിൽ ഇടം പിടിച്ച വിശ്വാസികൾ സൂറത്തുൽ കഫും സൂറത്തുൽ യാസീനും ഓതിയാണ് ഖുതുബയുടെ സമയം വരെ വിശ്വാസപൂർവ്വം കാത്തിരുന്നത്. മസ്ജിദുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയും മറ്റും ആരാധന യോഗ്യമാക്കാൻ മഹല്ല് കമ്മിറ്റികൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ മനുഷ്യരോട് കരുണയും കാരുണ്യവും കാണിക്കുവാനും ജാതിമത ചിന്തകൾക്കതീതമായി പാവങ്ങളെ സഹായിക്കുവാനും ഖുതുബയിൽ ഖത്തീബുമാർ വിശ്വാസികളെ ഉണർത്തി. ഒപ്പം സമാനതകളില്ലാത്ത വിധം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം പൊതുസമൂഹത്തോട് ഒപ്പം നിന്ന് പ്രതിരോധിക്കണമെന്നും ഖത്തീബുമാർ പറഞ്ഞു. അതികഠിനമായ ചൂടിലാണ് ഈ വർഷം വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. മസ്ജിദുകളിലും മറ്റും നോമ്പുതുറയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് മഹല്ല് കമ്മിറ്റികൾ ചെയ്തിട്ടുള്ളത്. പല മസ്ജിദുകളിലും അസർ നമസ്കാരത്തിന് ശേഷം ജാതിമത ഭേദങ്ങളില്ലാതെ അവിടെ എത്തുന്ന എല്ലാവർക്കും ജീരകക്കഞ്ഞി വിതരണവും നടക്കുന്നുണ്ട്. കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് പിന്നീട് ജ്യൂസും ഫ്രൂട്ട്സുകളും മറ്റും കഴിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചായയും പ്രത്യേകം തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയും കുടിച്ചാണ് വിശ്വാസികൾ മസ്ജിദുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി വീണ്ടും വിശ്വാസികൾ മസ്ജിദിൽ എത്തി രാത്രി ഏറെ വൈകിയാണ് പിരിയുക. മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇതര സംഘടനകളുടെയും ഗൾഫ് വെൽഫെയർ തുടങ്ങിയ പ്രവാസി സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ അരിയും പലവ്യഞ്ജന സാധന സാമഗ്രികളും അടങ്ങിയ കിറ്റുകളും മറ്റും നിർധനരായ വീട്ടുകാർക്ക് വിതരണവും നടക്കുന്നുണ്ട്. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ 8:30 മൃതദേഹം കണ്ടെത്തിയത്. 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിൻ്റെതാണ് മൃതദേഹം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ്. മതിലകം പോലീസ്, അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 18 വിദ്യാർത്ഥികൾക്കായി 7.74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MS നിഖിൽ, വാസന്തി തിലകൻ, മെമ്പർമാരായ BV ജയൻ, സജീഷ് സത്യൻ, PA ഷമീർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ്, KS അനിൽകുമാർ, സെക്രട്ടറി KB സനീഷ്, മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. ഉയർന്നു പഠിക്കുന്നതിനുള്ള സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകളൊക്കെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാം ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് സൗകര്യം ലഭ്യമാക്കുക, എല്ലാവർക്കും അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്രം മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമി അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് ക്ഷേത്രം സെക്രട്ടറി AS ഉണ്ണികൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രത്തിലെ മഹോത്സവം ദൃഢമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കേക്കര ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജേഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത്, കമ്മിറ്റി അംഗങ്ങളായ അജിത രഘു, രാകേഷ് G നായർ, ദേവദത്തൻ നെച്ചിക്കോട്ട്, അനൂപ് ആറ്റുപുറത്ത്, എടത്തിരി മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട്, ആകാശ് അറയ്ക്കൽ, E രമേശൻ, ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത് എന്നിവർ പങ്കെടുത്തു. മാർച്ച് 20 മുതൽ 25 വരെയാണ് ഉത്സവം. കാഞ്ഞാണി ചാവക്കാട് റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാത്രികാലങ്ങളിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് മുതൽ
ഏനാമാവ് ബണ്ട് വരെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതാണെന്ന് വലപ്പാട് പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചിലങ്ക ബീച്ച് ആലിങ്ങൽ ശ്രീ ചണ്ഡികാശ്വരി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ആഘോഷം ഭക്തിനിർഭരമായി. വ്യാഴാഴ്ച രാവിലെ സർപ്പക്കാവിൽ നൂറും പാലും കൊടുക്കൽ, തുടർന്ന് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ എന്നിവ നടന്നു. അഖില ഭാരത ഹിന്ദു മഹാസഭ കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് ആലിങ്ങൽ, തലശ്ശേരി വിശ്വനാഥ ക്ഷേത്രം രക്ഷാധികാരി കാരായി രാജൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ക്ഷേത്രസന്നിധിയിൽ ആദരിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പ്രേമാനന്ദൻ, സെക്രട്ടറി വാസുദേവൻ, ട്രഷറർ അനിൽകുമാർ, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് മുരളീധരൻ, ട്രഷറർ ഷിബു ആലുങ്ങൽ, രക്ഷാധികാരി ദേവൻ തിരുവത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന സിലോൺ റേഡിയോയിൽ 25 വർഷം മലയാളികൾക്ക് സുപരിചിതമായ സ്വരം നൽകി മലയാളിക്ക് എന്നും സ്വന്തമായ ലതിക വിവേകാനന്ദനെ വസതിയിലെത്തി അനുമോദിച്ചു. ഇത് ശ്രീലങ്ക പ്രക്ഷേപണ നിലയം, ശ്രീലങ്ക പ്രക്ഷേപണ കൂട്ടുസ്ഥാപന ഏഷ്യ സേവനം 25 മീറ്റർ 11,800 കിലോ ഹെർട്സ്, 41 മീറ്റർ 7,190 കിലോ ഹെർട്സ് എന്നീ അലകളിൽ ഏഷ്യയിലുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് ഈ പരിപാടികൾ. ആദ്യമായി മുത്താരം എന്ന പരിപാടി, മുത്താരത്തിലെ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് യേശുദാസിന്റെ ഗാനങ്ങളാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറയൻ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ശ്രീലങ്ക റേഡിയോയിൽ സിലോൺ വർക്ക് ചെയ്തിരുന്ന പ്രിയപ്പെട്ട ലതികേച്ചി 25 കൊല്ലത്തോളം അവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ലതികേച്ചിനെയാണ് ഈ പ്രാവശ്യം നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചർ ഫോറം അനുമോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വനിതാ ദിനാചരണത്തിൻ്റെ അല്ലെങ്കിൽ വനിതാ ദിനത്തിൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇന്ന് പുരുഷനൊപ്പം തന്നെ തുല്യത കൈവന്നിരിക്കുന്നൊരു സമയം കൂടിയാണ് ഈ കാലഘട്ടം. ഏത് കാര്യമെടുത്താലും അതിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ചന്ദ്രനിലായാലും ഇപ്പോൾ ബഹിരാകാശ പേടകത്തിൽ പോലും വനിതകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ നാടിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ വനിതകളെയും ഈ ദിവസം അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഓർക്കുന്നു. അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ധനപാലൻ, പോൾ പുലിക്കോട്ടിൽ, നവീനചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ബെന്നി ആഞ്ഞിലപ്പടി,
ജഗദീഷ് രാജ് വാളമുക്ക്, അരുണൻ, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. 4 കുറച്ച് 60 കഴിഞ്ഞ പ്രമുഖ വ്യക്തികളെ, 4 സ്ത്രീകളെ, കലാമണ്ഡലം ക്ഷേമാവതി, പിന്നെ ഒരു എഡ്യൂക്കേഷൻ ഡയറക്ടർ റിട്ടയർ, അവരെയൊക്കെ അവിടെ ജോയ്സ് പാലസിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ തുടക്കം. പക്ഷെ അതിനുശേഷം ഒരുപാട് ആദരവുകളായി. അങ്ങനെ ഇത് ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്ത മാതിരിയായി, അത്രയധികം കിട്ടി. അപ്പം അതിൽ സന്തോഷമുണ്ട്. നമ്മൾ ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ജീവിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ, അതായത് നമ്മുടെ പാസ്റ്റ് അവിടെ ഒതുങ്ങി. പക്ഷെ എന്നാലും വീണ്ടും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതും ശ്രീലങ്കയിൽ നിന്ന് ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം, കേരളത്തിൽ വന്നതിന് ശേഷം എന്നെ ഇവിടെ ആളുകൾ തിരിച്ചറിയണത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ റേഡിയോയിൽ ഞാൻ ചെയ്ത എൻ്റെ ആ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അവിടുത്തെ ജീവിതം എന്ന് പറയാനായിട്ട് ഞങ്ങൾ യുദ്ധത്തിൽ തന്നെയല്ലായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടങ്ങളുണ്ടായില്ല, ഞങ്ങൾക്കൊരു വലിയ ഇതുണ്ടായില്ല, വലിയ സമ്പാദ്യം ഉണ്ടായില്ല. കിട്ടുന്നത് മുഴുവൻ ഞാൻ അവിടെ ചിലവഴിക്കായിരുന്നു. ഞാൻ ശ്രീലങ്ക കണ്ടിട്ടില്ല, അതാണ്, മുഴുവൻ കണ്ടിട്ടില്ല. ഞാൻ കൊളംബും അതിന് ചുറ്റുവട്ടം മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അതായത് ആ മാതിരിയായിരുന്നു ആ കാലം. എൻ്റെ 2 കുട്ടികളെ ഇവിടെ വിട്ട് വളർത്തേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിച്ചു. പക്ഷെ ഇപ്പോൾ ദൈവം തമ്പുരാൻ സഹായിച്ച് ഞാൻ സന്തോഷമായിട്ട് നിങ്ങളുടെയൊക്കെ ആദരവൊക്കെ ഏറ്റുവാങ്ങി നല്ല സന്തോഷമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണ് ഇവിടെ. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. Manappuram Geetha Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ഉത്സവ ദിവസം രാവിലെ പള്ളി ഉണർത്തൽ, കണി കാണിക്കൽ, അഭിഷേകം, ഗണപതി ഹോമം, തുടർന്ന് ശ്രീലകത്തേക്ക് എഴുന്നള്ളത്തും നടത്തി. വൈകിട്ട് 4 മണി മുതൽ പകൽപൂരം എഴുന്നള്ളിപ്പും, തുടർന്ന് 31 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പും 101 പേർ അണിനിരുന്ന മേളവും ഉണ്ടായിരുന്നു. ഗജരത്നം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പേറ്റി. ഭാരവാഹികളായ പ്രസിഡന്റ് ഉത്തമൻ കാത്തോട്ട്, സെക്രട്ടറി വിശ്വംഭരൻ കാത്തോട്ട്, മാനേജിംഗ് ട്രസ്റ്റി വിദ്യാസാഗർ കാത്തോട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ലഹരി വിരുദ്ധ സന്ദേശവുമായി IHRD കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന സ്നേഹത്തോൺ പരിപാടിയുടെ ഭാഗമായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ മുതൽ വലപ്പാട് വരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ആത്മാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും യുവജന സംഘടനാ പ്രതിനിധികളും അണിനിരന്നു. വാടനപ്പള്ളി സർക്കിൾ സിവിൽ പോലീസ് ഓഫീസർ അഫ്സൽ PA കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിന് ശേഷം കോളേജ് അങ്കണത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് സ്നേഹമതിൽ തീർത്തു. തുടർന്ന് നടന്ന സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷനായി. വലപ്പാട് പഞ്ചായത്ത് അംഗം അജയ് ഘോഷ്, തളിക്കുളം ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ അമൽ, പ്രിൻസിപ്പാൾ PR ഷീജ, മോളി വർഗീസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനമൊട്ടാകെ 100-ലധികം കേന്ദ്രങ്ങളിലാണ് സ്നേഹത്തോൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 11 മുതൽ 18 വരെ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ പ്രകാശനം നടത്തി. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. മണപ്പുറം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിത നന്ദൻ പങ്കെടുത്തു. ജനകീയ സൗഹൃദ വേദിയുടെ ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വർക്കിംഗ് ചെയർമാൻമാരായ സുജിന്ത് പുല്ലാട്ട്, സൗമ്യൻ നെടിയിരിപ്പിൽ, ട്രഷറർ മധു കുന്നത്ത്, കൺവീനർ അജ്മൽ ഷെരീഫ് എന്നിവരും സംബന്ധിച്ചു. അതിനേക്കാൾ ഗംഭീരമായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ നടത്താൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നാളിന് തന്നെ വലിയൊരു ഉണർവേൽക്കുന്ന കാര്യമാണ്. കാരണം ഇവിടുത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളും അതുപോലെ നാട്ടുകാർക്കൊക്കെ ഒരു വലിയ ഒരു എൻജോയ്മെൻറ്റ് കൂടിയാണ് ഈ ഒരു 4-5 ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബീച്ച് ഫെസ്റ്റിവൽ. പല കലാപരിപാടികളും ഇതെല്ലാം ആയിട്ട് വലിയ ഒരാഘോഷം തീരദേശത്ത്, ഈ വലപ്പാടിൻ്റെ തീരദേശത്ത് മൊത്തം ഉണ്ടാക്കാനായിട്ട് ഈ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കഴിയുന്നുണ്ട്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ മാസം 11-ാം തീയതി ശതാഭിക്ഷിതനാകുന്ന തൃപ്പയാർ ക്ഷേത്രം തന്ത്രിയും താന്ത്രികാചാര്യനുമായ ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി ആദരിച്ചു. തന്ത്രി മഠത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തന്ത്രിക്ക് പൊന്നാടയും ഉപഹാരവും നൽകിയാണ് ആദരിച്ചത്. ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി V ശശിധരൻ, ട്രഷറർ പ്രകാശൻ VR, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാരായണൻകുട്ടി പുഷ്കരൻ, സുകുമാരൻ, മണികണ്ഠൻ, രാജി രഞ്ജൻ, ബിൻഡി ഉണ്ണികൃഷ്ണൻ, സൗമ്യ രൂപേഷ്, അജയൻ, മണികണ്ഠൻ, സൽഗുണൻ, പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. 11-ാം തീയതി ശതാഭിഷിക്തനാകുന്ന തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് അവർക്ക് എല്ലാവിധ ആശംസകളും തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ വഴിയായിട്ട് നേരുകയാണ്. സർവ്വവിധ മംഗളങ്ങളും അദ്ദേഹത്തിന് ഭവിക്കട്ടെ. ദേവരുടെ എല്ലാ അനുഗ്രഹവും അതിനായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ചൂലൂർ അരയംപറമ്പിൽ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ശ്രീ കണ്ണുമുത്തപ്പന് രൂപക്കളവും എഴുന്നള്ളിപ്പും നടന്നു. ക്ഷേത്രം തന്ത്രി ദിനേശ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് അരയംപറമ്പിൽ, ട്രഷറർ അനീഷ്, രക്ഷാധികാരി സത്യദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലൈഫ് മിഷൻ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഊന്നൽ നൽകി
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 5,34,00,000 രൂപ ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് 8,50,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കുമായി 80 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. കാർഷിക മേഖലയ്ക്ക് 50 ലക്ഷം രൂപയും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകൾക്ക് 46 ലക്ഷം രൂപയും, മത്സ്യബന്ധന മേഖലയ്ക്ക് 23 ലക്ഷം രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 40 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 67 ലക്ഷം രൂപയും, വൃദ്ധക്ഷേമ പദ്ധതികൾക്കായി 28 ലക്ഷം രൂപയും, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾക്കായി 34 ലക്ഷം രൂപയും, വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി 56 ലക്ഷം രൂപയും, പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി 1,26 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിത ബജറ്റ് അവതരിപ്പിച്ചു. പദ്ധതി ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യ ശുചിത്വ പൂർണ്ണമാക്കുന്നതിനും നമ്മളെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിനും എല്ലാമാണ് നമ്മൾ ഈ ബജറ്റിൽ മുൻഗണന കൊടുക്കുന്നത്. നമ്മളിത് മാർച്ച് 3-ാം തീയതി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നിരുന്നു. 2025 മാർച്ച് 3-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമനുസരിച്ചാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്, അതിനെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ്. നമുക്കറിയാലോ, ഭരണസമിതി മുൻപാകെ അവതരിപ്പിക്കുകയാണ്. കിഴക്ക് കനോലി കനാലിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 10.89 ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ളതും എന്നാൽ 2011 സെൻസസ് പ്രകാരം 25,000-ലധികം ജനസംഖ്യയുള്ളതുമായ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് ഈ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. വലപ്പാട് ഏങ്ങൂര് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശീവേലി നാഗപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് 4 നടന്ന എഴുന്നള്ളിപ്പിൽ ഗജവീരൻ ചോയ്സൺ ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. മേളവിദ്വാൻ പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയേകി. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ എന്നിവയുമുണ്ടായിരുന്നു. കോഴിക്കോട് പൂവാട്ടുപറമ്പ് തിറയാട്ട കലാസമിതിയുടെ തെയ്യവും അരങ്ങേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നന്ദകുമാർ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ED സുരേന്ദ്രൻ, സെക്രട്ടറി EB ദേവദാസ്, ട്രഷറർ EB രാജേന്ദ്രൻ, EG ചന്ദ്രബോസ്, ER ബിജു, കൃഷ്ണൻ തൃത്തല്ലൂർ, ഏങ്ങൂര് മനോജ്, അജയ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് പുരസ്കാരത്തിളക്കം. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന 2023-24 വർഷത്തെ മികച്ച അംഗൻവാടി വർക്കർ, ഹെൽപ്പർ പുരസ്കാരങ്ങളാണ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് ഇരട്ടത്തിളക്കം സമ്മാനിച്ചത്. ജില്ലയിലെ 3 സംസ്ഥാന പുരസ്കാരങ്ങളിൽ 2 എണ്ണവും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിനാണെന്നതും ഏറെ ശ്രദ്ധേയമായി. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം 20-ാം നമ്പർ അക്ഷര അംഗൻവാടിയിലെ ഷിജിധരയ്ക്കാണ് മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ 14 വർഷമായി അക്ഷര അംഗൻവാടിയിലെ വർക്കറാണ് ഷിജിധര. വൈവിധ്യമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം. നേരത്തെ ഇവിടെ വർക്കറായിരുന്ന അമ്മ രമണി സേവനത്തിലിരിക്കെ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഷിജിധര വർക്കറായി നിയമിതയായത്. ഓരോ മാനദണ്ഡങ്ങളും നമ്മളോട് പറയാറുണ്ട്. രജിസ്റ്റർ കൃത്യമായി കീപ്പ് ചെയ്ത് പോകണം,
അതുപോലെ നമുക്ക് ചാർട്ടുകൾ ഉണ്ടാവണം, ഏരിയ മാപ്പ് ഉണ്ടാവണം, അങ്ങനെ. പിന്നെ അതുപോലെ കൗമാരക്കാർക്ക് വേണ്ടി നമ്മൾ എല്ലാ മാസവും മീറ്റിങ്ങുകൾ, അമ്മമാരുടെ മീറ്റിങ്ങുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ പറയാനായിട്ട് എല്ലാ മാസത്തിലും 3-ാമത്തെ ശനിയാഴ്ച ECC ഡേ എന്ന് പറഞ്ഞൊരു പരിപാടി, 2 CB, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യവും കൃത്യമായി ചെയ്യുന്നുണ്ട്. വർണ്ണക്കൂട്ടംഗങ്ങൾ എല്ലാ മാസവും വന്ന് നമ്മുടെ അംഗൻവാടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങൾ, നാട്ടുകാരായാലും ഞാൻ എന്ത് പറഞ്ഞാലും അംഗൻവാടിക്ക് വേണ്ടി ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും സഹകരണത്തോടു കൂടി തന്നെയാണ് നമുക്കിങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയത്. നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളായാലും ഞാൻ എന്താണ് അവരോട് പറയുന്നത് ആ കാര്യങ്ങൾ അവരെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം എല്ലാ രക്ഷിതാക്കളുടെയും നമ്മുടെ നാട്ടുകാരുടെയും മെമ്പറുടെയും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെയാണ് എനിക്കിങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. രജിസ്റ്ററുകൾ ചിട്ടയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്യൽ, കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കൽ, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കൽ തുടങ്ങി മികച്ച ശിശു സൗഹൃദ കേന്ദ്രമായി അംഗൻവാടിയെ മാറ്റിയെടുക്കാൻ പ്രധാന പങ്ക് വഹിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ഷിജിധരയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇത് 2ാം തവണയാണ് അക്ഷര അംഗൻവാടി സംസ്ഥാന പുരസ്കാരത്തിന് അർഹത നേടുന്നത്. 2010 ഇവിടുത്തെ ഇപ്പോഴത്തെ ഹെൽപ്പറായ BS ഷീലയ്ക്ക് മികച്ച ഹെൽപ്പർക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. എടത്തിരുത്തി പഞ്ചായത്തിലെ 14 നമ്പർ ഐശ്വര്യ അംഗൻവാടിയിലെ BK പ്രീതിയാണ് ഇക്കുറി ജില്ലയിലെ മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹയായത്. ക്ലാസ് മുറി, അടുക്കള, പരിസരം, ശൗചാലയം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കൽ, കുട്ടികളോട് വാത്സല്യത്തോടെ പെരുമാറൽ, കൃഷിക്ക് ഊന്നൽ കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തൽ തുടങ്ങിയവയാണ് പ്രീതിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. കഴിഞ്ഞ 18 വർഷമായി ഹെൽപ്പറായി ജോലി ചെയ്യുന്ന പ്രീതിയുടെ കഴിവുറ്റ പ്രവർത്തനങ്ങളാണ് ഐശ്വര്യ അംഗൻവാടിയെ മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ള ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതെന്നും ശ്രദ്ധേയമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടണത്. ഇപ്പോൾ 12 പിള്ളേർ. ആദ്യം കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ICDCൻ്റെ പദ്ധതികൾ അത് ചോദിച്ച്, പിന്നെ പച്ചക്കറികൾ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളെ അനുമോദിക്കാനായി എത്തിയിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജിൽ നിന്നും ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങും. അംഗനവാടിയിലെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ A to Z പരിശോധിച്ചുകൊണ്ട് അവർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാം 100% തികഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ബ്ലോക്കിൽ നിന്ന് 151 അംഗനവാടികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെലക്ട് ചെയ്ത് സംസ്ഥാനത്തേക്ക് പോയത്. മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. സീഷോർ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് അത്യാവശ്യകരമായ സംഘടന മികവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 2012 നമ്മളൊരു ശ്രമം നടത്തിയത് നടക്കാതെ പോയതിനുള്ള പ്രയാസം നമുക്ക് എല്ലാവർക്കുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം അതിന് കടപ്പെടുന്ന രീതിയിൽ നമ്മുടെ തീരപ്രദേശത്തെ ഏറ്റവും അധികം ആളുകൾ ആകർഷിക്കുന്ന ഒരു കായികം എന്ന് പറയുന്നത് വോളിബോളാണ്. അതിനകത്തും തൃപ്രയാറൊക്കെ ഒരു കാലത്ത് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന നിരവധി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റുകൾ അരങ്ങേറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായി. VK മുജീബ് റഹ്മാൻ, KY അസീസ്, ഹംസ വൈപ്പിപ്പാടത്ത്, EG സുരേന്ദ്രൻ, MA വിജയൻ, PH നിയാസ്, PH അമീർ, സാജു ലൂയിസ്, KK മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു. 100-ൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റയീസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. ചാഴൂർ പഞ്ചായത്തിലെ ആലപ്പാട് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബശ്രീ തൊഴിൽ പരിശീലന ഉൽപ്പാദന വിതരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് വർഷം 2 കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ ആലപ്പാട് സെന്ററിൽ നിന്നും മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായറാമിന്റെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി.
ജോഷി ആലപ്പാട്, PK ഇബ്രാഹിം, CM പരമശിവൻ, KP അശോക്, ഷീമ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു. ഏങ്ങണ്ടിയൂർ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.